ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ ചാനലിലെ 4ാമത്തെ വ്ളോഗാണ്. ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു മോർണിംഗ് 5 to നൈറ്റ് ഒരു 10-11 വരെയുള്ള കാര്യങ്ങൾ, മാക്സിമം പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാനതിൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നോക്കാം ഇതെവിടെ വരെ പോകുന്നുള്ളത്. എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. വീക്കെൻഡിലാണ് കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുക. ബാക്കി ദിവസങ്ങളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മോർണിംഗിൽ ഇപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ നമുക്കിന്ന് സോസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ സോസേജും ബ്രെഡും റോൾ ചെയ്തിട്ട് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് വേറെ മയോണൈസ് കെച്ചപ്പ് ഒന്നും ആഡ് ചെയ്യില്ല, അതൊന്നും ആവശ്യമില്ല. നന്നായിട്ട് നമ്മുടെ നെയ്യിൽ പൊരിച്ചു പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാദ്യം ചെയ്യാമെന്ന് കരുതി. പിന്നെ അവന് കുടിക്കാനുള്ള പാലൊക്കെ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കാൻ വിട്ടു കേട്ടോ. അവന് ദോശയാണ് കഴിച്ചിരിക്കുന്നത്. ദോശ ഉണ്ടാക്കി അവൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സോസേജ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡൊന്ന് നന്നായിട്ട് പരത്തിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് സോസേജ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്ത് നമ്മൾ എഗ്ഗിലൊന്ന് മുക്കി നെയ്യിൽ പൊരിച്ചെടുക്കുക. അത്രയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, രാവിലത്തെ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇത് നമ്മൾ നെയ്യിലിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ. ബ്രെഡിനും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇത് പിന്നെ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ, നോർമൽ വൈറ്റ് ബ്രെഡല്ല. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചോക്ലേറ്റ് ബണ്ണും പിന്നെ ഒരു 3 കഷ്ണം ആപ്പിളും. ഇതാണ് ഇന്ന് അവൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആവാനായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞൂനെ റെഡിയാക്കി അവനിപ്പോൾ ഫിഷിന് ഫുഡ് എന്തോ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്കെല്ലാം മൺഡേയും അതേപോലെ തന്നെ തേഴ്സ്ഡേ ആണ് ഈ സ്പോർട്സ് യൂണിഫോം ഇടേണ്ട ദിവസം. ബാക്കി ദിവസങ്ങളിലൊക്കെ നോർമൽ യൂണിഫോം. ഇന്നത്തെ ദിവസം മാത്രം, അങ്ങനത്തെ 2 ദിവസം മാത്രമാണ് അവർക്കിങ്ങനെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗെയിംസ് സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:40 ആയിട്ടുണ്ട്. അവൻ്റെ ലൊക്കേഷൻ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോയി അവനെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ 100 ഓൾമോസ്റ്റ് എത്തുമ്പോൾ 98 99 എത്തിണ്ടെങ്കിൽ അത് വാങ്ങണേ. എല്ലാ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പാർട്ടി പോപ്പർ മേടിക്കണം, അത് പൊട്ടിക്കണം എന്നൊക്കെയാണ് ആൾ പറയുന്നത്. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന സമയത്ത് നമ്മളെപ്പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അവനും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് അവന്. അപ്പോൾ കുഞ്ഞൂസ് പോയി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇത് ലക്ഷറി റെസിഡൻസ് ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ റൂമിലോട്ട് എത്തി. ഇപ്പോൾ സമയം 7 മണി ആവുന്നേ. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ദിവസവും ഏട്ടൻ രാവിലെ എണീറ്റപാട് കുടിക്കുന്നത് ഈ ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് ജീരകം ഇട്ടിട്ട് തിളപ്പിച്ചാറ്റിയ ഒരു വെള്ളമായിട്ട് ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇതാണ് രാവിലെ കുടിക്കുന്നത്. ഞാൻ ക്യാമറയായിട്ട് വരുന്ന കണ്ടപ്പോൾ ഏട്ടൻ വേഗം അവിടെ നിന്ന് മുങ്ങിട്ടോ. ഏട്ടന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ ഏട്ടൻ പോയി. അപ്പോൾ ഇന്ന് ഞാൻ അവർ പോയി കഴിഞ്ഞ ശേഷം കാപ്പിക്ക് പകരം ഇന്ന് കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് കരുതി. ഇത്തിരി ഏലക്കൊക്കെ ഇട്ട് എനിക്ക് നല്ലൊരു ചായ ഉണ്ടാക്കിട്ടോ. ഈ ബ്രൗൺ ഷുഗർ നല്ലതാട്ടോ. നമുക്കിവിടെ കോൾഡ് സ്റ്റോറിലും ലുലുവിലൊക്കെ കിട്ടും. നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ആൾ ഇപ്പോഴും ഉറക്കം തന്നെയാണ്, എണീറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര റിലാക്സ് ആയിട്ട് വന്നിരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ചാനലെടുത്ത് നോക്കിയിട്ട് എത്രയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂടിയോ വ്യൂസ് എന്തെങ്കിലും കൂടിയോ നോക്കുകയാണ്. ഇന്നലെ രാത്രി ചെക്ക് ചെയ്യുന്ന സമയത്ത് 56 ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബർ കൂടി. ഭയങ്കര സന്തോഷം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, നമുക്ക് വ്യൂസ് നോക്കുമ്പോൾ എനിക്ക് ഈ ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടുന്നത് ഷോർട്ട് വീഡിയോസിനാണ്, ഷോർട്സിനാണ്. അത് ഒരു ദിവസം കൊണ്ടൊക്കെ ചിലതിന് 1K ഒക്കെ ആവാറുണ്ട്.
അപ്പോൾ ഈ ബോബി വീലിൻ്റെ ലാസ്റ്റ് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നതിനാണ് ദിവസം ഒരു 100 വ്യൂസൊക്കെ വെച്ചിട്ട് ദിവസം കൂടുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെറിയ ആൾ എണീറ്റു. അവനവിടെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവൻ എണീറ്റ സമയത്താണ് ഞാനിവിടെ ബെഡൊന്ന് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു റൂമിൽ നമ്മളങ്ങനെ കിടക്കാറില്ലായിരുന്നു കേട്ടോ. ഈ 2 ബെഡും സെപ്പറേറ്റ് ആയിരുന്നു നമ്മൾ വരുന്ന സമയത്ത്. കിഡ്സ് റൂമായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ അത് ഒന്ന് അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. കാരണം മറ്റേ റൂമിലാണ് നമ്മൾ പ്രൊജക്ടറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം മൂവി എന്തെങ്കിലും കാണുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മളിത് ഈ റൂമിൽ വന്ന് കിടക്കുന്നത്. ആദ്യം നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് കിടക്കാറ്. അപ്പോൾ ഈ പ്രൊജക്ടർ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ മറ്റേ റൂമിൽ തന്നെ കിടക്കാൻ തുടങ്ങി. കാരണം വൈഫൈയും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പം മൂവി കാണുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് വരിക, അല്ലെങ്കിൽ മറ്റേ റൂമിൽ തന്നെ പോയി കിടക്കും. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയുണ്ട് കേട്ടോ. അപ്പോൾ അവനും കൂടെ ഞാൻ എന്താക്കിയ ബ്രെഡും സോസേജും വെച്ചിട്ടുള്ള റോള്. ഇയാൾക്കും ഭയങ്കര ഇഷ്ടമാണ് സോസേജ്. എന്താണ് ഇത്രമാത്രം ഇഷ്ടമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ സാധനം തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഇവിടെ കഴിച്ചതിന് ശേഷം ഞാനത് കിച്ചണിലേക്ക് പോയി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കടന്നു കേട്ടോ. അത് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, പിന്നെ കുക്കിങ്ങും കൂടിയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ലഞ്ചിനേക്ക് ഞാൻ സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ അതൊന്നും കാണിക്കാൻ നിന്നില്ല. ചോറ് വെക്കണം, കുറച്ച് മീനെടുത്ത് പൊരിക്കണം. അപ്പം സാമ്പാറും ചോറും കുറച്ച് മീൻ പൊരിച്ചതും, അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. പിന്നെ അതിന് ശേഷം അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് TV ഒക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു 1 മണി ആയപ്പോഴത്തേക്ക് ഏട്ടൻ ലഞ്ച് കഴിക്കാൻ വന്നു. ഇന്ന് അല്ലെങ്കിൽ സാധാരണ ലഞ്ച് കഴിച്ചാൽ ഒരു 10-15 മിനിറ്റൊക്കെ റൂമിൽ ഇരിക്കാൻ ടൈം കിട്ടാറുണ്ട്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നാണ് പറഞ്ഞ്. അപ്പോൾ ഫുഡും കഴിച്ച് പിന്നെ ഏട്ടൻ പോയി. പിന്നെ അവിടെ നിന്ന് ഒരു 1:30 ആകുമ്പോഴാണ് 1:40-1:40 നമ്മുടെ മോന് വരേണ്ട സമയമാവും. അവരൊരു 1:40 ലൊക്കേഷൻ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി, ചെറിയ ആൾ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവനെയും കൊണ്ട് താഴോട്ട് പോയി നമുക്കിനി അവനെ കൂട്ടിയിട്ട് വരാം. മോൻ്റെ ബസ് ഇത് അവിടുന്ന് ദൂരേന്ന് വരുന്നുണ്ട്. അത് അങ്ങോട്ടേക്ക് ഞാൻ റോഡിലേക്ക് നിന്നിട്ടില്ല. കാരണം ചെറിയ ആളുള്ളതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. പിന്നെ നല്ല വെയിലും. അപ്പോൾ ചെറിയ ആളെ ഞാൻ കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചതാട്ടോ. അപ്പോൾ അവിടുന്ന് ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ റൂമിലോട്ട് പോവാണ്. വണ്ടിയൊന്നും വരുന്നില്ലാത്തതുകൊണ്ടാട്ടോ ഇവരെ ഞാനിങ്ങനെ വിട്ടിരിക്കുന്നത്. ഒന്നാമത് വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഇത് ഞാൻ പറയില്ല, 1 വേ ആയതുകൊണ്ട് നമുക്ക് ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വണ്ടിയൊന്നും വരാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ കടന്നു ഓടുന്നത്. ഇല്ലെങ്കിൽ നമുക്കങ്ങനെ വിടാൻ പറ്റില്ല. ഇനി ഇയാളും കൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുന്ന പിന്നെ വരെ റെസ്റ്റ് ഇല്ല. 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, എവിടെയെങ്കിലും തട്ടുക, വീഴുക. ഇത് തന്നെയാണ് സ്ഥിരം കലാപരിപാടി കേട്ടോ. ഇനിയിപ്പോൾ അവരെ റൂമിൽ കൊണ്ടുപോവുക, അവനൊന്ന് ഫ്രഷ് ആക്കുക, ലഞ്ച് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ടുള്ളത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഷൂ എടുത്ത് വെക്കുന്നതും, ഈ വന്ന് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റി അത് ബാസ്ക്കറ്റിലിടുക, ചേഞ്ച് ആവുക, ഡ്രസ്സ് ഫ്രഷായി വരിക എന്നുള്ളതൊക്കെ. ചില ദിവസങ്ങളൊക്കെ ഷൂ എടുത്തൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ നമ്മളത് പറഞ്ഞ് ചെയ്യിപ്പിച്ച് കുറച്ചുകൂടി കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ശീലമായിക്കോളും. ഇപ്പം ചെറുതല്ലേ, നമ്മളൊന്ന് പുറകെ നടന്നാലും കുഴപ്പമൊന്നുമില്ല. അവർ പക്ഷെ ഞാൻ പറഞ്ഞാലും ചെയ്യാറുണ്ട് കേട്ടോ. അത് ചെയ്യാണ്ട് പോവല്ല. ചിലപ്പോൾ അവിടെ ഇട്ടാലും അത് പറയുമ്പോൾ എടുത്ത് വയ്ക്കും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചോളും. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാക്സിമം ആറ്റിറ്റ്യൂഡ് ഇട്ട ആളിരിക്കാൻ ശ്രമിക്കും. പക്ഷേ കയ്യിൽ നിന്ന് പോകും, ചിരിച്ചു പോട്ടും അറിയാതെ. ഇനി അവർക്കൊന്ന് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് കിടക്കും. ഉറങ്ങുമൊന്നുമില്ല, എന്നാലും കുറച്ച് നേരം TV കണ്ട് സോഫയിൽ അങ്ങനെ കിടക്കും. ചെറിയ ആൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അവർക്ക് ഫുഡ് കൊടുക്കട്ടെ. പറ്റാവുന്നത്ര മാക്സിമം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടും ഇത് മാത്രം തീരുന്നില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടോ കുറേ നേരത്തേക്ക്. അവസാനം ഒരു വിധത്തിലാണ് ഞാൻ ചോറ് കഴിപ്പിച്ച് തീർത്തത്. അതൊക്കെ കഴിഞ്ഞ് ചെറിയ ആൾ വന്ന് പതുക്കെ തോളിൽ കിടന്നിട്ടുണ്ട്.
ഇനി ചിലപ്പോൾ ഒന്ന് ഉറങ്ങും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ റൂമിലോട്ടൊന്നും കൊണ്ടുപോകില്ല. ഇവിടെ സോഫയിൽ രണ്ടാളും കൂടെ അങ്ങനത്തെ ഇതേപോലെ അങ്ങ് കിടക്കും. ഇനി ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. ഇയാൾക്കൊന്ന് ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ട് കിടക്കട്ടെ. ഇനി അവർ കുറച്ച് കിടന്ന് എണീറ്റൊക്കെ നമുക്ക് കാണാം. പിള്ളേരങ്ങനെ ഇതാ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവർ എണീറ്റുണ്ട്. അധികം നേരം ഞാൻ ഉറക്കിയിട്ടില്ല. പിന്നെ രാത്രി ഉറങ്ങാൻ നന്നായിട്ട് നേരം വൈകിപ്പോവും. പിന്നെ രാവിലെ എണീക്കുന്നൊക്കെ ബുദ്ധിമുട്ടായിപ്പോവും. അപ്പോൾ ഒരു 1/4 മണിക്കൂർ രണ്ടുപേരൊന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പണി ഉണ്ടായതൊക്കെ ഞാൻ കഴിഞ്ഞു. ഇപ്പോൾ അവർ എണീറ്റു. ഇനി എന്താ ഇവിടെ ഇരുന്ന് കുറച്ച് അലമ്പ് കളി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവനെ പഠിപ്പിക്കാനിരിക്കുക. Try to sing along to the song on this old record machine, but I can't get the words to come out right. I forget. അങ്ങനെ ഒരു സമയം ഏകദേശം 5 മണിയാവാനായിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ അവനെ പഠിപ്പിക്കും. അവൻ്റെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. ഓൾറെഡി അവർക്ക് എക്സാം കഴിഞ്ഞു. ഇപ്പോൾ മന്ത്ലി ടെസ്റ്റാണ്. ഇനി നെക്സ്റ്റ് മന്ത് എന്താണ് സ്ഥിതി എന്നറിയില്ല. നെക്സ്റ്റ് മന്താണ് അവർക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല, അറിയില്ല. അപ്പോൾ ഇപ്പം മെയിൽ എക്സാം അവർക്ക് ഫിനിഷായി. അപ്പോൾ ഇനി കുറച്ച് ഹോംവർക്കും നോട്ട്സൊക്കെ എഴുതാനുള്ളതൊക്കെ അവർ പിന്നെ നമുക്ക് ഇത് ഇവരുടെ NHS സ്കൂളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്തേക്കാണ് അവരെല്ലാ നോട്ട്സും ഹോംവർക്കും അത് ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ ആപ്ലിക്കേഷനിലുണ്ടാവും. അതിലേക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോട്ട്സൊക്കെ നമുക്ക് അതിൽ നോക്കിയിട്ട് അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാനോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പോൾ അവന് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അത് എഴുതുക, ഹോംവർക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകട്ടോ. ഇതൊന്ന് പഠിപ്പിക്കാൻ ഇരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഇരിക്കാനാണ് ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാനൊന്ന് അങ്ങോട്ട് മാറി വിളക്കത്തിക്കുക അങ്ങനത്തെ പരിപാടികൾ ചെറുത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിനിടയിൽ ഇവൻ്റെ ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് അവർക്ക് ഈ നാളത്തേക്ക് ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വായിക്കണം എന്നുള്ളതൊക്കെ അവർ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ ഓഫീസെല്ലാം കഴിഞ്ഞ് ഏട്ടനെ എത്തിയിട്ടുണ്ട്. ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഏട്ടനെ എത്തിയിട്ടോ. പിന്നെ വൈകിട്ട് പിള്ളേർക്ക് ഇത് ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തൊന്ന് കൊടുത്ത് ഇവർക്ക് കളിക്കാൻ പോകേണ്ട തിരക്കുകൊണ്ട് ഇത് മാത്രം മതിയെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. വേറൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 6-6:30 ശേഷമാണ് എല്ലാ പിള്ളേരും കളിക്കാൻ ഇറങ്ങുക. ഇവിടെ ഇവർക്ക് ട്യൂഷനും പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടൈം പോയിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്കാണ് പിന്നെ തിരിച്ചു വരിക. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ തന്നെ ഇവർക്ക് കളിക്കാനുള്ള ഒരു സ്പേസിലതിനെ കൊണ്ട് പുറത്തോട്ടൊന്നും പോയില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ പിള്ളേർ വരുമ്പോഴത്തേക്കും ഷടപടേന്ന് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ കോട്ടയം സ്റ്റൈലിലെ മീൻ കറി. അപ്പോൾ നല്ലൊരു വറ്റമീൻ ഉള്ളതിനെ കൊണ്ട് ഏട്ടൻ ഉണ്ടാക്കി നല്ല സ്പെഷ്യലായിട്ട് കോട്ടയം സ്റ്റൈലൊരു കറി ഉണ്ടാക്കി തന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ഇന്ന് രാത്രി എടുത്ത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നാളത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ അത് നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇന്നത് എടുക്കുന്നില്ല. അപ്പോൾ രാത്രി നമ്മൾ ദോശയ്ക്ക് പരിപ്പ് താളിക്കുക ചെയ്തിരിക്കുന്നത്. പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കറി. രണ്ടുപേരും നന്നായിട്ട് കഴിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ. ദോശൻ്റെ കൂടെ മുളകിട്ട കറിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ദോശ പ്രാന്തന്മാരാണ് രണ്ടുപേരും കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഏട്ടനൊന്ന് പുറത്തോട്ട് പോയി ആ സമയത്ത് ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.